ഹായ്, ഇന്നുണ്ടല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ന്യൂ ബോൺ ബേബിക്ക് വരുന്ന ഒരു നല്ലൊരു സെറ്റാണ്. ഒരു അരഞ്ഞാണം, ഒരു ചെയിന്, പിന്നെ ഒരു കൈവള, ഒരു ബ്രേസ്ലെറ്റ്. ഈ രീതിക്കാണ് നമ്മളിപ്പം ഈ ഒരു ചെറിയൊരു സെറ്റ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നോക്കിയേട്ടാ. ഒരു 11 ഗ്രാമിന്റെ സെറ്റാണ്. ഇതിൽ 3 ഗ്രാമിന്റെ അരഞ്ഞാണം, പിന്നെ അരപ്പവന്റെ ഒരു ചെയിന്, പിന്നെ കാപ്പവന്റെ ഒരു വള, കാപ്പവന്റെ ഒരു ബ്രേസ്ലെറ്റ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് വേണ്ടിക്ക് തന്നെ 9 ഗ്രാമിലാക്കാം. പക്ഷേ കുട്ടികൾക്ക് സ്ഥിരം ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു 11 ഗ്രാം അല്ലെങ്കിൽ 12 ഗ്രാമിന്റെ ഒരു സെറ്റ് അതാണ് ഏറ്റവും നല്ലത്. 1.5 പവന്റെ ഒരു സെറ്റ് ആണെങ്കിൽ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് തൂക്കം കുറവ് മതിയെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 9 ഗ്രാം അല്ലെങ്കിൽ 1 പവനിൽ നമുക്ക് ഈ സാധനം സെറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ സച്ചിൻ ചെയിനും പിന്നെ ഉർവശി ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഉർവശി ചെയിന് അരഞ്ഞാണത്തിന് അതാണ് ഏറ്റവും ബെസ്റ്റ്. വേറൊന്നല്ല, അത് നല്ല പറ്റി നിൽക്കുന്നുണ്ട്. കിടക്കുന്ന കുട്ടികൾക്ക് അരയിൽ കലയോ കാര്യോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് കഴുത്തിൽ സച്ചിൻ ചെയിനാണ്. സച്ചിൻ ചെയിൻ അതുപോലെ തന്നെ മേത്ത് നല്ല പരന്ന് കിടക്കും, പറ്റി നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേദന കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സാധനം ആക്കിയിന്. പിന്നെ ബ്രേസ്ലെറ്റ് ഡബിൾ സച്ചിൻ ആക്കി, അത് കുറച്ചുകൂടി ഉറപ്പുണ്ടാവുന്നതാണ്. പിന്നെ വള നമ്മളത് കാണുന്നില്ല, നമ്മളെ പഞ്ചാബി വള എന്നെല്ലാം പറയുന്നില്ല, ഇങ്ങനെ ഇടിക്കട്ടെ ഇങ്ങനെ കുത്തുന്ന സിനിമയെല്ലാം കുത്തുന്ന ആ വളയാണ് നമ്മള് കുട്ടീൻ്റെ വളയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് കാപ്പവനാണ്, വലിയ ഉറപ്പ് ഉണ്ടാവില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു പ്ലാസ്റ്റിക് ഇട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 1 പവന്റെ ഉറപ്പ് അവിടെ കിട്ടുന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പൊ നമ്മളെ ഈ ചെറിയൊരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മോളിലെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം നിങ്ങൾ എവിടെ വെച്ചാൽ അവിടെ എത്തിക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഇതിലും തൂക്കം കൂടുതലാണ് വേണ്ടിക്കലും വിഷയമില്ല. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൂക്കം കൂടുതലുള്ള സെറ്റിന്റെ ഫോട്ടോ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ചെയിനെല്ലാം കുറച്ച് കട്ടിയുള്ളത് 1 പവന്റെ ചെയിനൊക്കെ എടുക്കുന്നത് നല്ലത്. കാരണം അത് കുറെ കാലം ഉപയോഗിക്കുക. പക്ഷെ വള കാര്യങ്ങളിലാണെങ്കിൽ ഞാൻ പറയാം ലൈറ്റ് വെയിറ്റ് എടുക്കുന്നത് നല്ലത്. കാരണം കുട്ടികൾ ഓരോ മാസവും വണ്ണം വെച്ച് വരികയായി. അപ്പോൾ വളയെല്ലാം വേഗം മാറ്റേണ്ടി വരും. എന്താ വെച്ചാൽ ബ്രേസ്ലെറ്റിനോ ചെയിനോ ആ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇത് ആൺകുട്ടികളുടെ സെറ്റാണ്. പെൺകുട്ടികൾക്ക് ആകുമ്പോൾ വള കുറച്ചുകൂടി സ്റ്റൈലുള്ളതാക്കാം. അതുപോലെ ചെയിന് നമുക്ക് വേറെ മോഡലിൽ മാറ്റേണ്ടേക്ക് മാറ്റാം. അരഞ്ഞാണെങ്കിലും പിന്നെ എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് അരഞ്ഞാണാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള. പിന്നെ പെൺകുട്ടികൾക്ക് ആകുമ്പോൾ പാദസരം കൂടി വരും, അപ്പോൾ സ്വർണ്ണം തൂക്കം കുറച്ച് കൂടും. എന്നാലും പെൺകുട്ടികൾക്ക് സ്വർണ്ണം കുറച്ച് കൂടുതൽ വേണ്ടതാണല്ലോ, അവരാണല്ലോ സ്വർണത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പോൾ ചെറുതിലെ സ്വർണം ധരിപ്പിക്കുക. മാത്രമല്ല സ്വർണം ഐശ്വര്യ എന്നാ പറയുന്നത്. കുട്ടികൾ സ്വർണം ധരിച്ചാൽ നല്ലതാന്ന് പറയുന്നത്. അതുപോലെ വലിയ ആൾക്കാർ സ്വർണം ധരിക്കുന്നത് ഐശ്വര്യത്തിന് കാരണമാണെന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും കേട്ട് കേൾവി അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒരു തരി സ്വർണം ഏത് ധരിക്കുന്നത് നല്ലതായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓർമ്മല്ല, ഇതുപോലത്തെ സാധനം വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിലുള്ള നാട്ടിലുണ്ടെങ്കിൽ അവർ കൂടി കിട്ടിക്കോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.